ഇൻസ്റ്റൻ്റായിട്ട് ഗ്ലോ തരുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടത്. ഇതിന് മുന്നേ അതായത് ഈ ഫേസ് പാക്കിന് മുന്നേ ഒരു ഫേസ് മസാജിങ് ക്രീമും കൂടെ ഇടണം കേട്ടോ. ഫേസ് ക്രീം തയ്യാറാക്കാനായിട്ട് തുല്യ അളവോളം, അതായത് 1/4 സ്പൂണാണ് അലോവേര ജെൽ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ 1/4 സ്പൂണ് തന്നെ നമ്മുടെ ഈ തേനും എടുക്കുക. നല്ല പോലെ അങ്ങോട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഇതാണ് ഫേസ് ക്രീമായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. നമ്മുടെ ആ സംഭവം നമ്മൾ നല്ല പോലെ ഇത് വെച്ചിട്ട് മസാജ് ചെയ്യണം കേട്ടോ. ഒരു 5 മിനിറ്റ്സ് എങ്കിലും നമ്മൾ മസാജ് ചെയ്യണം, എങ്കിൽ അതിൻ്റെ ഒരു ബെനിഫിറ്റ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. തേനായാലും അതുപോലെ തന്നെ നമ്മുടെ ഈ അലോവേര ആയാലും നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ്. ഇതിൻ്റെയൊക്കെ ഗുണങ്ങൾ ഞാൻ കുറേ ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. നമ്മുടെ ഡെഡ് സ്കിന്നിനെ മാറ്റാനും ടാൻ അകറ്റുന്നതിനും ഒക്കെ ഈ തേനും അതുപോലെ തന്നെ നമ്മുടെ ഈ അലോവേര ജെല്ലും അടിപൊളിയാണ്. ഫ്രഷ് അലോവേര കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത്. എൻ്റെ ഉണ്ട്, പക്ഷേ എൻ്റെ ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് എനിക്ക് മടിയായതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഈ അലോവേര ജെല്ല് എടുത്തത് കേട്ടോ. ഇത് ഒരു ഓർഗാനിക് ആയിട്ടുള്ള അലോവേര ജെല്ല് തന്നെയാണ്, അടിപൊളിയാണ് കേട്ടോ. നമ്മളൊരു 5 മിനിറ്റ് മാക്സിമം വന്നൊരു 10 മിനിറ്റ് മസാജ് നമുക്ക് ചെയ്യണോണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. നല്ല പോലെ മസാജ് ചെയ്യാം. ഒരു ക്ലൻസിങ് കൂടിയാണ് കേട്ടോ അതെ. ഇത് നൈറ്റ് സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താവുന്നൊരു സംഭവമാണ് കേട്ടോ. ഈ ഒരു മസാജിങ് മാത്രം ചെയ്തിട്ട് നൈറ്റ് എന്താ പറയുക നമ്മുടെ സ്കിൻ കെയർ ചെയ്തിട്ട് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ കാലത്ത് എനിക്ക് അടിപൊളി ഫ്രഷായിട്ട് നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് കിട്ടും കേട്ടോ. ചുണ്ടിലൊക്കെ മസാജ് ചെയ്യാം കേട്ടോ, ഒരു പ്രശ്നമില്ല. 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 മിനിറ്റ് നമ്മൾ വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കഴുകിക്കളയാം. നമുക്ക് നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഈ ഒരു സംഭവം നമുക്ക് നൽകുക. ഇത് മാത്രമല്ല നമുക്ക് ചെയ്യേണ്ടത്, ഇത് കഴിഞ്ഞിട്ടൊരു ഫേസ് പാക്കും കൂടി ഉണ്ട് കേട്ടോ. പുള്ളിയാണ്. നമുക്കിപ്പോൾ ആഴ്ചയിൽ ഒരു തവണ ചെയ്തെങ്കിലും മതി കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നെ ഇവൻ ടോൺ ആക്കി മാറ്റുന്നതിനും അതുപോലെ തന്നെ ഡെഡ് സ്കിന്ന് പോകാനും ടാൻ മാറ്റുന്നതിനും പിഗ്മെൻറ്റേഷൻ മാറ്റുന്നതിനും ചുണ്ടിലെ കറുപ്പ് മാറ്റുന്നതിനൊക്കെ ഈ ഒരു സംഭവം മതി കേട്ടോ. പാക്ക് ചുണ്ടിലില്ല, പക്ഷേ ഈ ഒരു മസാജിങ് ക്രീം നമുക്ക് ചുണ്ടിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കടലപ്പൊടിയാണ് കേട്ടോ എടുക്കുന്നത്, കടലമാവെന്നും പറയും. പിന്നെ അതിലേക്ക് അലോവേര ജെല്ല് ചേർക്കുന്നുണ്ട്. ഞാൻ ഫ്രഷ് ആയിട്ടുള്ളതെല്ലാം എടുക്കുന്നത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അതുപോലെ തന്നെ തേനും എടുക്കുന്നുണ്ട്. ഇതൊരു 1/4 സ്പൂണോളം തേൻ ചേർക്കുക, അതുപോലെ അലോവേര അത്ര തന്നെ ചേർക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് നല്ലോണം മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ കഴുകി കളഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ നല്ല തിന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ നമുക്ക്. അല്ലാതെ എന്താ പറയുക നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നല്ല തിന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്യാം കേട്ടോ. നല്ല അടിപൊളി റിസൾട്ടാണ്. ഇതിൻ്റെ കൂടെ ഗ്ലിസറിനും കൂടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലതാണ് കേട്ടോ. കുറേ ഷോർട്ട് വീഡിയോകളിൽ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഈ ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ ഗുണങ്ങളെ കുറിച്ചിട്ട്. അപ്പോൾ വീണ്ടും ആവർത്തിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ പറയാതിരിക്കുന്നത് കേട്ടോ. നല്ല പിന്നെ പ്രത്യേകിച്ച് ഈ കടലമാവ് നമ്മുടെ സ്കിന്നിന് എന്താ പറയുക ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും പറ്റുന്ന ഒരു സാധനമാണ് ഈ കടലമാവ് കേട്ടോ. അപ്പോൾ പയറുപൊടിക്കെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഓയിലി സ്കിന്നിന് മാത്രമേ കൂടുതൽ പറ്റുള്ളൂ. ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാൽ അത് ബാക്കിയെ തന്നെ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെ മുൾട്ടാനമിട്ടി. പക്ഷേ ഈ കടലമാവ് എന്ന് പറയുന്നത് എല്ലാ സ്കിന്നിനും ചേരുന്ന ഒരു സംഭവമാണ് കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ നല്ല ബ്രൈറ്റനാകും ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ അതൊരു 20 മിനിറ്റ്സ് വെക്കുക, നല്ല പോലെ ഉണങ്ങട്ടെ. എന്നിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതേ ഞാൻ കഴുകി കളഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നോക്കിയേ നല്ല സോഫ്റ്റ് ആവും സ്കിന്ന്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. നമുക്ക് വേണ്ടത് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിരിക്കുക, വരണ്ട ഉണങ്ങിയിരിക്കാതിരിക്കുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. ആ ഒരു ഗ്ലോയും പിന്നെ ഒരു എന്താ പറയുക മെഴുക്കല്ലാത്ത തരത്തിലുള്ളൊരു ഗ്ലോ എൻ്റെ ഒരു സ്കിന്നിന് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയുള്ള എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. തീരെയായിട്ട് ഇത് ചെയ്ത് നോക്കിക്കോളൂ. ഇത് വേറെ കെമിക്കൽസ് കാര്യങ്ങളൊന്നും ചേർക്കാത്തതാണ്. ഓർഗാനിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉപയോഗിക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. പക്ഷേ നമുക്ക് ബാക്കിയുള്ളത് ഉപയോഗിക്കുന്നത് പോലെ ഇൻസ്റ്റൻ്റ് ആയിട്ട് അത്രയും പെട്ടെന്നൊന്നും കിട്ടുന്നില്ല. നമ്മൾ സ്കിൻ കെയർ ഡെയിലി റൂട്ടീൻ്റെ ഭാഗമാക്കുക. അപ്പോൾ നമുക്ക് അടിപൊളി റിസൾട്ട് കിട്ടും. നമ്മുടെ സ്കിന്ന് അതേപോലെ തന്നെ യുവത്വത്തോട് കൂടിയിട്ട് നല്ല ഗ്ലോ ആയിട്ട് തന്നെ നിലനിൽക്കും കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.